ഗവൺമെന്റ് സ്വന്തം ആളുകൾക്ക് വേണ്ടി, സർക്കാരും പോലീസും സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും എന്നതിന്റെ എത്ര വലിയ ക്രൂരകൃത്യം നടത്തിയാലും അത് അവർ ചെയ്തു കൊടുക്കും എന്നുള്ള ഒന്നുകൂടി അടിവരയിട്ട് ഇവിടെ പറയേണ്ട സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ആ കോടതി മുറിയിൽ, കോടതിക്ക് പുറത്ത് ആ അമ്മയുടെ നിലവിളിയാണ് കേരളത്തിന്റെ ചങ്കിൽ കൊള്ളേണ്ട നിലവിളിയാണ് അമ്മയുടെ നിലവിളി. ഒരു മകളെ ഇത്രമാത്രം ക്രൂരമായ ഒരു കുടുംബത്തിന്റെ 14 വർഷം കാത്തിരുന്ന് പ്രസവിച്ച് ഉണ്ടായ ഒരു കുട്ടിയുടെ ഭീകരമായ ഒരു അന്ത്യം ഉണ്ടായിട്ട് പ്രതി വെറുതെ വിടുകയും പ്രതി നാട്ടിലൂടെ വെറുതെ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് മനഃപൂർവ്വമായിട്ടാണ് പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. അതിന്റെ പിന്നിലുള്ള ബാഹ്യമായ ഇടപെടലുകൾ, രാഷ്ട്രീയമായ ഇടപെടലുകൾ അടിയന്തരമായി ഇത് അന്വേഷിക്കണം. ആ കുടുംബം നീതി തേടിയുള്ള ആ കുടുംബത്തിന്റെ യാത്രയിൽ ഞങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാകും. ഞങ്ങൾ എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് കൊടുക്കും. ഞാൻ ഇന്ന് തന്നെ വണ്ടിപ്പെരിയാർ സന്ദർശിച്ച് മാതാപിതാക്കളുമായി സംസാരിച്ച് ബാക്കിയുള്ള നിയമ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇങ്ങനെ അപ്പീൽ പോയിട്ട് എന്താ കാര്യം? പ്രോസിക്യൂഷൻ തന്നെ എവിഡൻസ് മുഴുവൻ നശിപ്പിച്ചിട്ട് തെളിവുകൾ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് അങ്ങനെയല്ലേ പോയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടാണ് വിധിന്യായത്തിൽ പറയുന്നത്. തെളിവുകളില്ല. സാധാരണ ഒരു തൂങ്ങി മരണം നടന്നാൽ പോലും പോലീസ് ശേഖരിക്കുന്ന തെളിവുകൾ പോലും ഇതിൽ ശേഖരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് പീഡിപ്പിച്ച് കൊന്നു കെട്ടിത്തൂക്കിയതാണ്, വളരെ വ്യക്തമാണ്. എന്നിട്ട് പോലും അവിടെ നിന്ന് ആവശ്യമായ രേഖകൾ ഒന്നും ഹാജരാക്കിയിട്ടില്ല. അവിടുത്തെ ബെഡ്ഷീറ്റ് പോലും പ്രോപ്പറായിട്ട് തെളിവ് ശേഖരിക്കേണ്ട പാറ്റേണിലല്ല ആ തെളിവ് പോലും എടുത്തത്. സീൽ ചെയ്യാതെയാണ് അവിടെ ഉണ്ടായ ഒരു കത്തിയെടുത്തത്, മറ്റ് സംഭവങ്ങളെല്ലാം ബെഡ്ഷീറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എടുത്തത്. തെളിവ് നിയമപ്രകാരം സാധാരണയായി ഇത്തരം കേസുകളിൽ തെളിവ് ശേഖരിക്കുമ്പോൾ സ്വീകരിക്കുന്ന പ്രൊസീജിയർ ഒന്നും പാലിക്കാതെയാണ്. എന്താ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാനിട്ടാണ്? അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതെല്ലാം അറിയാവുന്നതല്ലേ, അവരെല്ലാം സ്ഥിരം ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതല്ലേ. അപ്പം മനഃപൂർവ്വമായി പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തെളിവ് നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എന്നിട്ട് ശാസ്ത്രീയമായ യാതൊരു തെളിവും, അതായത് ഇയാള് അലമാരയിൽ നിന്ന് ഈ തുണി എടുത്തിട്ടാണ്, ആ തുണി വെച്ചിട്ടാണ് കെട്ടിത്തൂക്കിയത്. അവിടെ പോലും ഇയാളുടെ ഫിംഗർ പ്രിന്റ് പോലും പരിശോധിക്കാൻ വിരലടയാള വിദഗ്ധരെ പോലും കൊണ്ടുവന്നിട്ടില്ല. അതെന്താണ്? ലയത്തിൽ താമസിക്കുന്ന പാവപ്പെട്ടവന്റെ കുഞ്ഞു മരിച്ചതുകൊണ്ടാണ്. അത്രയും മതിയെന്ന് വിചാരിച്ചത്. ജഡ്ജിമെന്റ് പറയുന്നുണ്ട്. ഉറപ്പായിട്ട് വേണം. ഞാനത് പറഞ്ഞല്ലോ, കേസ് അന്വേഷിക്കാൻ, കേസ് അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ശ്രമവും അതിനുവേണ്ടി നടത്തിയ ബാഹ്യമായ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ചും അടിയന്തരമായിട്ട് അന്വേഷിക്കണം. പിന്നെ ഏത് തരത്തിലാണ് നിയമപരമായി അവരെ സഹായിക്കാൻ പറ്റുന്നത്, പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകരുമായിട്ട് സംസാരിച്ച് ഏത് തരത്തിലുള്ള സഹായവും ഞങ്ങൾ ആ കുടുംബത്തിന് കൊടുക്കും. അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും ആ അഭിഭാഷകരെ വെച്ച് ഏത് രീതിയിൽ കേസ് കൊണ്ടുപോകണം എന്ന് അഭിഭാഷകരുമായിട്ട് ആലോചിച്ച് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആ കുടുംബം ആവശ്യപ്പെടുന്നത് പോലുള്ള മുഴുവൻ സഹായവും, മുഴുവൻ നിയമസഹായവും ഞങ്ങൾ കൊടുക്കും. ഉറപ്പാണല്ലോ. അല്ല, ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിധിന്യായത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് മുഴുവൻ സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ശക്തമായ വിലയിരുത്തലുണ്ട്. മാത്രമല്ല, ഒരു കേസ് പോലും ബിൽഡപ്പ് ചെയ്തിട്ടില്ല, ഒരു കേസ് പോലും. കാരണം ഇതിനകത്ത് ദൃക്സാക്ഷി ഇല്ലാത്ത കേസായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും ഫോറൻസിക് എവിഡൻസുമാണ് ഇതിനകത്ത് വേണ്ടത്. ഇതൊന്നും ഹാജരാക്കിയിട്ടില്ല. ഉള്ള തെളിവ് പോലും യഥാർത്ഥത്തിൽ ആ വേണ്ട രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. ഈ പിറ്റേ ദിവസം പോയപ്പോൾ പോലും വേണ്ട തെളിവുകൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല. പിന്നീട് രണ്ടാമതൊരിക്കൽ പോയിട്ടാണ് തെളിവുകൾ ചെയ്തിരിക്കുക. അപ്പൊ ആ തെളിവുകളുടെ വിശ്വാസ്യത കംപ്ലീറ്റ് ആയിട്ട് പോവുകയാണ്. ഈ ജഡ്ജ്മെന്റില് ഇയാളുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. ജഡ്ജ്മെന്റില് വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഈ കേസ് വെറുതെ വിടുന്നത് എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ അന്വേഷണത്തിൽ ഉണ്ടായ പാളിച്ചകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പീഡനവും നടന്നിട്ടുണ്ട്, കൊലപാതകവും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഒരു പ്രതിയുണ്ട്. പക്ഷേ ഇപ്പോ കൊണ്ടുവന്നിരിക്കുന്ന പ്രതിയാണ് അത് ചെയ്തത് എന്ന് വരുത്താനുള്ള യാതൊരു തെളിവുകളില്ല. ആ തെളിവുകൾ നശിപ്പിക്കുകയാണ് ചെയ്ത്. യഥാർത്ഥത്തിൽ ആ തെളിവുകൾ ഹാജരാക്കണ്ടേ? ആ തെളിവുകൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. ആ തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല. അപ്പൊ മനഃപൂർവ്വമായി പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന ഈ കാര്യത്തിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ആദ്യത്തെ ജഡ്ജ്മെന്റ് പറഞ്ഞല്ലോ ആളെ വെറുതെ വിടാൻ പോകുന്നെന്ന്. ഡീറ്റെയിൽ ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് പ്രതിഭാഗം അഭിഭാഷകൻ വന്ന് പുറത്തു വന്ന് പറഞ്ഞ എന്താ, ഇയാളൊരു ഡിവൈഎഫ്ഐക്കാരനാണെന്നുള്ളതിന് തെളിവുണ്ട്, വേറെ എന്ത് തെളിവാണ് ചോദിച്ചു. പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞതാണ്, മാധ്യമങ്ങളോട് പറഞ്ഞത് ഇയാളൊരു ഡിവൈഎഫ്ഐക്കാരനാണെന്നുള്ളതിന് തെളിവുണ്ട്, വേറെ ഒന്നിനും തെളിവില്ല. ഇതിപ്പോ നമുക്കറിയാൻ പാടില്ലേ. ഇപ്പോ അട്ടപ്പാടിയിലെ മധുവിന്റെ കേസ്, വാളയാറിലെ 2 പെൺകുട്ടികളുടെ കേസ്, ഈ ലയത്തിൽ താമസിക്കുന്ന ഈ പെൺകുട്ടിയുടെ കേസ്, ഇതെല്ലാം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരുടെ കേസാണ്. അവിടെയല്ലേ സർക്കാരും പ്രോസിക്യൂഷനും ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത്. 9ഉം 13ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ കെട്ടിത്തൂക്കിയ കേസാണ് ഒന്ന് മർദ്ദിച്ചു വന്നതാണ്. ഇത് 3 പാർട്ടിക്കാരാണ്. ഇത് 3 CPM-മായി ബന്ധമുള്ളവരാണ്. ഈ 3 കേസിൽ അട്ടപ്പാടിയിലെ മധുവിന്റെ കേസും വാളയാറിലെ 2 പെൺകുട്ടികളുടെ കേസും ഈ വണ്ടിപ്പെരിയാറിലെ കേസും 3 പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണ്. അവിടെയാണ് പ്രോസിക്യൂഷൻ ഉഴപ്പിയത്. അപ്പൊ പാർട്ടിക്കാർ കൊലപാതകം ചെയ്താലും ബലാത്സംഗം ചെയ്താലും അല്ലേ എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കും എന്നുള്ള നിലപാടാണ് സർക്കാരിന്റെ. അവരുടെ കൂടെയാണ് സർക്കാർ കൂടെയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. വണ്ടിപ്പെരിയാർ വിധിയിൽ ശക്തമായ വിമർശനമാണ് VD സതീശൻ ഉന്നയിക്കുന്നത്. CPM നേതൃത്വം ഇടപെട്ടുണ്ടായ അട്ടിമറിയെന്ന് ആരോപിക്കുന്നു. കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗുരുതരമായി വീഴ്ച വരുത്തി. ലയത്തിൽ താമസിക്കുന്ന പാവങ്ങളുടെ കുഞ്ഞായതുകൊണ്ടാണോ ഇങ്ങനെ അവഗണന ഉണ്ടായത് എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇന്ന് ആ കുടുംബത്തെ കാണും. ആ കുടുംബത്തിന് എല്ലാ നിയമസഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്യുന്നു പ്രതിപക്ഷ നേതാവ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.